ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി.ആർ. അനിലാണ് സി മലയാളം ന്യൂസിനൊപ്പമുള്ളത്. നമസ്കാരം സാർ. LPG പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ പ്രശ്നം നിലവിൽ. ഒരാഴ്ച മുമ്പ് വരെ നമുക്ക് സിലിണ്ടറുകൾ കിട്ടിയിരുന്നു. ഇപ്പോൾ പക്ഷേ അതായത് ഡെലിവറി നമ്പർ ഇഷ്യൂ ചെയ്ത് ബില്ലടിച്ച് ഡെലിവറി നമ്പർ ഇഷ്യൂ ചെയ്തിട്ട് പോലും സിലിണ്ടറുകൾ കൊടുക്കുന്നില്ല എന്നൊരു പരാതിയാണുള്ളത്. കാരണം ഇങ്ങനെ ഡെലിവറി നമ്പർ ഇഷ്യൂ ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്, എന്നാൽ സാധനം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു പൂഴ്ത്തിവയ്പ്പോ കരിഞ്ചന്തയോ ഉണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. എന്താണ് മിനിസ്റ്റർ, അങ്ങനെ ഒരു പരിശോധന എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? പരിശോധന കൃത്യമായി നടക്കുകയാണ്. ഇന്നലെ രാത്രിയും 1 മണിക്ക് വരെ ആ പരിശോധനയുടെ ഭാഗമായിരുന്നു നമ്മുടെ ജീവനക്കാർ. എന്നാൽ അത് നമ്മൾ അറിയേണ്ടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റിൽ സാരമായ കുറവ് വന്നിരിക്കുകയാണ്. ഗാർഹികേതര സിലിണ്ടറുകൾ നൽകേണ്ടതില്ല എന്നുള്ള നിലപാടാണ്. വളരെ പരിമിതമായ 20% മാത്രമാണ് ആ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കേരളത്തെ പൂർണ്ണമായും കേരളത്തിലെ ജനങ്ങൾക്കും അതുപോലെ വ്യവസായ അടിസ്ഥാനത്തിലുള്ള സ്ഥാപനങ്ങൾക്കും എത്താൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത്. അത് പുനഃപരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണമെന്നതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ഈ നമ്മുടെ കൈവശമുള്ളതിൻ്റെ വിതരണത്തെ സംബന്ധിച്ച് അതിന് നമ്മൾ തന്നെ കമ്പനികളെയും ബന്ധപ്പെട്ടവരുടെയും യോഗം ഒന്നിലധികം തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യതയും ക്രമീകരണവും വരുത്തുകയുണ്ടായി. അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തികളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യകത എന്താ? ഇന്ത്യയിൽ ഏറ്റവും അധികം കസ്റ്റമേഴ്സുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം കേന്ദ്രം ആലോചിക്കുക. അല്ലാതെ എല്ലാ സ്റ്റേറ്റിനും ഒരുപോലത്തെ പരിഗണന കൊടുക്കുന്ന നിലപാടെടുത്താൽ കേരളം കൂടുതൽ രൂക്ഷമായ ഒരു പ്രശ്നത്തിലേക്കും പ്രതിസന്ധിയിലേക്കും പോകാനുള്ള സാധ്യതയാണ്. ഈ സർക്കാരിൻ്റെ ബോധ്യം ഇവിടെ പൂഴ്ത്തി വയ്ക്കുന്നില്ല എന്ന് തന്നെയാണോ? അല്ല, പൂഴ്ത്തിവയ്പ്പിന് കരിഞ്ചന്തയൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ അത് പൂഴ്ത്തിവയ്ക്കാൻ സാധനം വേണ്ടേ? ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയ ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടുന്നത് തന്നെ കൊണ്ടുപോയത് കൃത്യമായി പിടിക്കുകയുണ്ടായി. അപ്പോൾ അതെല്ലാം നടപടിയെടുക്കുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യും. യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ സാധനത്തിൻ്റെ ലഭ്യതയാണ്. ആ ലഭ്യതയിൽ നമുക്കുള്ള 20% എന്നുള്ളത് വർദ്ധിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള പൂഴ്ത്തിവയ്പ്പിനെയും കരിഞ്ചന്തയെയും സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെൻറ് ആ മേഖലയിൽ കർശനമാക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ കാണേണ്ടത് എന്താ? കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇത് ബോധ്യപ്പെടുത്താൻ മലയാളിയായ കേരളത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന സുരേഷ് ഗോപി എന്ത് റോളാണ് നിർവഹിച്ചത്? ആ സുരേഷ് ഗോപി വളരെ ഉയർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഘട്ടമാണിത്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് പെട്രോളിയം വകുപ്പ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം, കേരളത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനെ ബോധ്യപ്പെടുത്തി കൂടുതൽ അലോട്ട്മെൻറ്റിലേക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ലഭ്യമാക്കാൻ കഴിയുന്ന പ്രത്യേക പരിഗണന, പ്രത്യേക സാഹചര്യം ഒരുക്കിയാൽ മാത്രമേ ഇത്തരം പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ. സുരേഷ് ഗോപിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? സുരേഷ് ഗോപിയുടെ ഓഫീസിൽ ഞാൻ നേരിട്ട് വിളിച്ചു. അദ്ദേഹത്തിന് ഫോണിൽ കിട്ടിയില്ല. MP-മാർക്ക് ഞങ്ങൾ കത്തയച്ചു. അതുപോലെ കേന്ദ്ര മന്ത്രിക്ക് കത്തയച്ചു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒന്നുമേ ഈ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. അവർ പറയുന്നത് എന്താ? ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ഇന്ത്യയിൽ. അതാണോ യാഥാർത്ഥ്യം? കേരളത്തിൽ ജരിപിരി കൊള്ളുകയല്ലേ? കേരളത്തിലെ ആളുകൾ വല്ലാതെ പടയുകയും ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ മാത്രമല്ല മുഴുവൻ ജനജീവിതം ആകെ സ്തംഭിക്കുന്ന അവസ്ഥയിലുള്ള ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കളുടെ വിഷയത്തെ പരിഹരിച്ചു എന്ന് പറയുന്ന അത് തന്നെ പ്രശ്നങ്ങളാണ്. ഗാർഹികേതര ഉപഭോക്താക്കൾ ഇല്ലാത്ത ഏത് മേഖലയാണ് കേരളത്തിലുള്ളത്? സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, എന്തിന് ചെറിയ പെട്ടിക്കട വരെ, ശ്മശാനം ഉൾപ്പെടെ എല്ലാ IT സ്ഥാപനങ്ങൾ, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എല്ലാ സർക്കാർ സംവിധാനങ്ങൾ. ഇനി സർക്കാർ സംവിധാനത്തിനകത്ത് ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ ക്യാൻറ്റീൻ പ്രവർത്തിപ്പിക്കാം. പക്ഷേ ക്യാൻറ്റീനൊന്നുമില്ലാത്ത 10-15 ജീവനക്കാർ പണിയെടുക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അവരെന്താ ആശ്രയിക്കുന്നത്? പരിസരത്തുള്ള ഒരു കടയാണ്. ആ കട തുറന്നില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ജനജീവിതം പൂർണ്ണമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഗൗരവമായ പ്രശ്നമായി കേന്ദ്ര ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ വഴിതിരിഞ്ഞ് ആ മാർഗം സ്വീകരിപ്പിക്കാൻ കേന്ദ്രത്തിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. ഇവിടെ MP-മാർ കാര്യം സംസാരിച്ചിട്ടുള്ളതായിട്ട്? അല്ല, MP-മാർ സംസാരിച്ചു. MP-മാർ പാർലമെൻറ്റിൽ ഉന്നയിച്ചല്ലോ. അപ്പോൾ മറുപടി പറഞ്ഞ കേന്ദ്രമന്ത്രി എന്താ പറയുക? ഒരു പ്രശ്നമില്ലെന്നല്ലേ? അതാണോ സത്യം? കേന്ദ്രമന്ത്രിയുടെ, പെട്രോളിയം മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരിട്ട് കണ്ടതാണ്. യാതൊരു ഗൗരവമായി കാണാതെ ലാഘവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുന്ന രീതിയാണ് പെട്രോളിയം മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അതേ പെട്രോളിയം വകുപ്പിൻ്റെ മന്ത്രിയല്ലേ സുരേഷ് ഗോപി? ഇതുവരെ നാക്ക് പുറത്ത് വന്നോ? ഒരു വാക്ക് കേട്ടോ കേരളം?
അപ്പോൾ ഈ സമയത്തല്ലേ കേരളത്തിൻ്റെ സാഹചര്യങ്ങളെ ബോധ്യപ്പെടുത്തി ആവശ്യമായ ഇടപെടൽ നടത്തേണ്ടത്. ഒരു കാര്യം കൂടെ, ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ചില അടിയന്തര ആൾട്ടർനേറ്റീവുകൾ നമ്മൾ കൊടുത്തിരുന്നു, ജനകീയ ഹോട്ടലുകൾ പോലെ. ഇപ്പോൾ സാഹചര്യം യുദ്ധം അങ്ങനെ നീണ്ടുപോവുകയാണ്, നമ്മുടെ ഈ ഊർജ്ജ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ സർക്കാർ എന്തെങ്കിലും മറുവഴികൾ ആലോചിക്കുന്നുണ്ടോ? നമുക്കുള്ള അലോട്ട്മെൻറ്റിന് മുൻഗണനാക്രമം നിശ്ചയിച്ച് കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ നിലയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തിലുള്ള സ്ഥാപനങ്ങളിലെയും ക്യാൻറ്റീനുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, മതസ്ഥാപനങ്ങൾ, അവർ നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ സ്ഥാപനങ്ങൾ, അതുപോലുള്ള ശ്മശാനമടക്കമുള്ള കേന്ദ്രങ്ങൾക്ക് മുൻഗണന കൊടുക്കാനുള്ള ഒരു മെക്കാനിസമാണ് തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത്. അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സ്ക്വാഡുകൾ ഫലപ്രദമായി നടക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ എന്തെങ്കിലും ഇത് കടത്തുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതെല്ലാം കണ്ടെത്താനുള്ള സൂക്ഷ്മമായ പ്രവർത്തനം ഗവൺമെൻറ് നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടുന്നത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയെ മാത്രമേ നമുക്ക് ഈ പരിശോധനയിൽ കാണാൻ കഴിയൂ. ഒരു വലിയ വിഭാഗത്തിന് നിഷേധിച്ചിരിക്കുകയാണ്. ആ നിഷേധിച്ചിരിക്കുന്ന ജനവിഭാഗത്തിൽ ഒരു നിശ്ചിത ഭാഗത്തിനെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാലേ കേരളത്തിൻ്റെ പ്രശ്നത്തിനൊരു ചെറിയ പരിഹാരമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. വി പത്മകുമാറിനൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.